ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്ത് തെള്ളകം എന്ന സ്ഥലത്തുള്ള ചൈതന്യ പാസ്റ്റോറൽ സെൻ്ററിൻ്റെ കവാടത്തിന് മുമ്പിലാണ്. അവിടെ കവാടത്തിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഇത് സ്ഥിതി ചെയ്യുന്നത് കാരിത്താസ് ആശുപത്രിയുടെ സമീപത്താണ്. തെള്ളകം പള്ളിയുടെ നേരെ എതിർവശത്തായിട്ടാണ് ഇതുള്ളത്. ഇത് കൺവെൻഷൻ സെൻറ്റർ മാത്രമല്ല, ചിൽഡ്രൻസ് പാർക്കും കൂടിയാണ്. ഇവിടെ വേറെയും പല കാര്യങ്ങളുണ്ട്. കാർഷിക നഴ്സറി ഉണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ഇവിടെ പല ഭാഗങ്ങളിലായി പുൽത്തകിടികൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടതുവശത്തായി വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളും നല്ലതാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് ഉള്ളത്. ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. അതിൻ്റെ രണ്ട് വശങ്ങളിലും മത്സ്യകന്യകകൾ ശംഖും പിടിച്ച് നിൽപ്പുണ്ട്. ഇതാണ് താഴെയുള്ള ഹാള്. ഇത് രണ്ടാമത്തെ നിലയിലുള്ള ഹാളാണ്. ഇതിനും ബാൽക്കണിയുണ്ട്. വിശാലമായ ബാൽക്കണിയാണ്. അവിടെ ഇരുന്ന് രണ്ടാം നിലയിലുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പറ്റും. ഇത് ചിൽഡ്രൻസ് പാർക്കിനോട് ചേർന്നുള്ള ഒരു ഗുഹയാണ്. അതിൻ്റെ മുകളിലും ചെറിയ ചെറിയ ജീവികളെ വെച്ചിട്ടുണ്ട്. കോഴികൾ, കീരി, പാമ്പ്, അണ്ണാൻ. ഇത് വേറൊരു വശത്ത് വേലി കെട്ടി വെച്ചിരിക്കുന്നതാണ്. അവിടെയും ചെറിയ ചെറിയ ജീവികളാണ്. അവയുടെ പ്രതിമകളാണ് ഉള്ളത്. അടുക്കായി ഒരു പ്ലാവ് ഉണ്ട്. കലമാൻ, കൊക്ക്, രണ്ട് ജിറാഫുകളുണ്ട് കാവൽ നിൽക്കുന്നത് പോലെ. ഇതൊരു കാർഷിക മ്യൂസിയമാണ്. അവിടെ പഴയ ഉപയോഗവസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. പഴയ കാലങ്ങളിലുള്ള ചട്ടി, കലം, കിണ്ടി, പഴയ എല്ലാ സാധനങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കാളവണ്ടി, കുതിരവണ്ടി, ആട്ടുകല്ല്, അമ്മിക്കല്ല്, പഴയ ഭരണികൾ, കൽവിളക്ക്,
കൊതുമ്പ് വെള്ളം. മുകൾ ഭാഗത്തും കുറേയധികം സാധനങ്ങൾ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. മുയലുകൾ അവിടെ ഇവിടെയായൊക്കെ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷികൾ, ലവ് ബേഡ്സ്. ഇത് പല ഭാഗങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവയുടെ കളകലാരവമൊക്കെ കെട്ടിരിക്കാൻ നല്ല രസമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ അതും പല ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ പരീക്ഷ ചൂടിലായതുകൊണ്ട് അധികമൊന്നുമില്ല, ചെറിയ കുട്ടികളേ ഉള്ളൂ. ഇതാണ് നക്ഷത്ര വനം. അപൂർവ ഇനം മരങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഊഞ്ഞാലാണ്. അവിടെ വഴിയായി ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പല ഭാഗത്തേക്കും പോകുവാനായി നടപ്പാതകൾ ഉണ്ട്. അതിനരികിലൂടെ ചെടികളും വെച്ചിട്ടുണ്ട്. ഇതും പണി തീരാതെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പലപ്പോഴും കുട്ടികളുമായി ഇവിടെ വരാറുണ്ട്, അവരിവിടെ ഉള്ളപ്പോൾ. ഇത് റോപ്പ് വേ പോലെ ഒരു സാധനമാണ്. 50 മീറ്ററോളം നീളത്തിലുണ്ട്. ഇതൊരു പൂളാണ്. വേനലായതുകൊണ്ട് വെള്ളമില്ല. അതിന് തൊട്ടടുത്തായി നാച്ചുറൽ പൂളുണ്ട്. ഇത് സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലാവാണ്. ധാരാളം ചക്കകളും ഉണ്ട്. പക്ഷികളെയും അണ്ണാന്മാരെയും എല്ലാം ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതിന് മുകളിൽ വന്നിരുന്ന് കാണാനും വിശ്രമിക്കാനുമുള്ള സൗകര്യമുണ്ട്. ഇതൊരു വലിയ ഫൗണ്ടനാണ്. വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നില്ല. പണ്ട് കാലത്തെ പായ്ക്കപ്പൽ അരയന്നത്തിൻ്റെ ആകൃതിയിലുള്ളത്. ഇത് വേറൊരു പൂളാണ്. അത് അല്പം മാറിയാണ്. അവിടെ ചെറിയ പിള്ളേർക്ക് ബോട്ടിംഗ് സൗകര്യമുണ്ട്. ചെറിയ മുയലുകളാണ്. ഇവിടെയാണ് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള വേറൊരു പാർക്ക്. പിള്ളേർക്ക് ചാടാനും
ഉള്ള സൗകര്യമുണ്ട്. 2 എണ്ണം ഉണ്ട്. 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഇതാണ് ക്യാൻറ്റീന്. ഇവിടെയും മുകളിലിരുന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്ക് റൈഡ് ചെയ്യാനുള്ള സൈക്കിളാണ്. പല വലിപ്പത്തിലുള്ള സൈക്കിളാണ് ഉള്ളത്. ഇതതുപോലെ കാറുകളും ജീപ്പുകളുമാണ്. ഇതിനൊക്കെ പൈസ കൊടുക്കണം. ഇത് ഒരു ജിമ്മാണ്. വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പ്രവേശന ഫീസൊന്നുമില്ല, സൗജന്യമാണ്. ഈ ജിം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. 2 മാസം മുമ്പ് ജനുവരി മാസത്തിൽ ഇവിടെ കാർഷികമേള നടന്നിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാർഷിക നഴ്സറി, മത്സ്യങ്ങളെ എല്ലാം കാണിക്കാം. അത് അടുത്ത ആഴ്ചത്തെ വീഡിയോയിലിടാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു.